76ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ രാജ്യത്തിന്റെ സൈനിക കരുത്തിന്റെയും സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യത്തിന്റെയും പ്രൗഢി വിളിച്ചോതുന്നതായിരുന്നു കർത്തവ്യപഥിലെ റിപ്പബ്ലിക് ദിന പരേഡ്. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സബിയാന്തോ മുഖ്യാതിഥിയായി. കര, വ്യോമ, നാവികസേനകളുടെ പ്രകടനത്തിനൊപ്പം 31 നിശ്ചല ദൃശ്യങ്ങളും പരേഡിൽ അണിനിരന്നു. രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചതോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത്. പത്തരയോടെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ഇന്തോനേഷ്യൻ പ്രസിഡന്റ് സാബിയോന്തയും കാറൊഴിവാക്കി കുതിരകൾ വലിക്കുന്ന രഥത്തിൽ കർത്തവ്യപഥിലേക്ക്. ദേശീയ പതാക ഉയർത്തിയതിന് പിന്നാലെ 21 ഗൺ സല്യൂട്ട്. ബൂട്ടണിന് ചിട്ടയോടെ ചുവടുവെച്ച് ഇന്ത്യൻ കരസേനയുടെ പരേഡ് സംഘം കർത്തവ്യപഥിൽ രാജ്യത്തെ അഭിവാദ്യം ചെയ്തു. ഇന്ത്യൻ കരസേന തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധ ടാങ്കറുകളും സൈനിക വാഹനങ്ങളും പരേഡിൽ രാജ്യത്തിന്റെ കരുത്ത് തെളിയിച്ചു. വ്യോമസേനയുടെ 40 യുദ്ധവിമാനങ്ങൾ ആകാശത്ത് വർണ്ണക്കാഴ്ചയൊരുക്കി. നാവികസേനയുടെയും വിവിധ അർദ്ധസൈനിക വിഭാഗങ്ങളുടെയും പരേഡ് സംഘവും 31 നിശ്ചല ദൃശ്യങ്ങളും പരേഡിനൊപ്പം അണിനിരന്നു. 1000-ഓളം കലാകാരന്മാരും പരേഡിലുണ്ടായിരുന്നു. ഇത്രയുമധികം കലാകാരന്മാർ പങ്കെടുക്കുന്ന പരേഡും ആദ്യമാണ്. ക്ഷണിക്കപ്പെട്ട 10,000 അതിഥികളാണ് റിപ്പബ്ലിക് ദിന പരേഡ് കാണാനെത്തിയത്. മീഡിയ 1, ഡൽഹി.